വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. നീ ഇറങ്ങി വാടോ, ഇറങ്ങി വാടോ കീലേ, ഇറങ്ങി വാടോ. വരണ്ട. എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. എടോ, നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേളിൽ കയറി നിൽക്കുന്നത്? ഈ താഴോട്ട് ഇറങ്ങി വാടോ. വാടോ വിളി കേട്ട. അതാ വക്കീല് വരുന്നത്. தண்ணியா போட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில. ആരാടാ ചോദിക്കാം? പോടാ നീർക്കോലി. மரபாக்கி. വല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്താ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ, പോയി പകരം ചോദിക്കും. എടോ പീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ, നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഴിഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്ക് ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ച് റാസ്കൽ. ഞങ്ങൾ ഇതേവരെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇവരെ പിടിച്ച് ഗേറ്റിന് വെള്ളം വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകരാളിയന്റെ വീടാ. എന്താ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്ത്രീധനം വേണ്ടാന്ന്. അവിടെ താമസിക്കാതിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ട്. എന്റെ നട്ടു കുടിഞ്ഞു. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? ഇതിനൊക്കെ മാറി വക്കീലാണ് കാരണം. എന്റെ കർത്താവേ പൊള്ളി. എന്റെ സുമി, നീ ആ രാജവല്ലിയെ സൂചിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങള് രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു. ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയാതെ സുമി. അന്നേരത്തെ ആവേശത്തിന് ഞാനൊരു പ്രതികാര കുതുകിയായി പോയി. ചക്കാട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? മൈലാഞ്ചി പുരട്ട അറിയാവോ? ഓ, ഇനി ഈ ശരീരത്ത് മൈലാഞ്ചി പുരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ. എനിക്കല്ല, പിന്നെ കുഴി പോയ കുഴിതാഹോള നിന്റെ അമ്മൂമ്മയ്ക്ക്. എന്റെ അമ്മയ്ക്ക് മരക്കഴുതേ ഇവിടെ മൈലാഞ്ചി അരച്ച് പുരട്ടുന്ന ആരാ? രാജവല്ലി. അവരങ്ങനൊക്കെ പറയും. ഈ കണ്ണി കണ്ട ക്രീമൊക്കെ തേച്ച് ശരീരം ചീത്തയാക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഈ ചന്ദനവും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ, മോഹമൊക്കെ നല്ല ചൊമാന്ന് വരും. പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതല്ലേ? ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ? ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്കി നടക്കായിരുന്നു. ഇങ്ങോട്ട് എഴുതിട്ട് വന്നേ. എന്തിനാ? നാത്തൂനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് മോക്കറിയാ അല്ലേ മോളെ? അയ്യടാ, ഒരു നാത്തൂൻ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. അയ്യോ വേണ്ടെന്ന്. ഞാൻ തരാം മോളെ. ആ കൊച്ചിന്റെ ശരീരത്തിലുള്ള മൈലാഞ്ചി ഒക്കെ ഇട്ട് ചീത്തയാക്കണ്ട. കൊണ്ടുപോടിയോട്. കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യമായല്ലോ. ചെല്ല് മൈലാഞ്ചി കൊണ്ട് നാത്തൂനെ സേവിക്കാൻ. നീ ചെല്ല്. പുറത്തേക്ക് വിളിക്കുന്നു. ആര്? രാജവല്ലി. കൂട്ടുകാരികൾ വന്നിരിക്കുന്നു. അവരെ പരിചയപ്പെടുത്താനാ. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ചെന്നില്ലെങ്കിൽ എന്നെ ചീത്ത പറയും. ഒന്ന് പോയിട്ട് വന്നോളൂ. Hi, come on, man. What nonsense.
Hey, mister, come on, join with us. വിടാനല്ലേ പറഞ്ഞു? Wally, what is this? Hey, Chinnu, let him go to hell. Come on, dance. ജാൻഡ്. How are you going to manage him, dear? Hey, Wally, never gamble with your life. He's an indecent fellow, illiterate, not at all cute, and cultureless. Shut your bloody mouth. Yes, what you said is true. I am not cute enough to marry this stupid girl because I want a wife, not a bloody flirt. How dare you talk about our golden culture? Being a Malayali, I am proud of it. You two have a prestigious Dravidian culture. It's a disgrace on your part, trying to imitate this mad Western culture. Shame! നിന്റെയൊക്കെ പേക്കൂത്തോൾക്കൊപ്പം താളം ചവിട്ടാൻ എന്നെ കിട്ടില്ല. അതിന് സംസ്കാരം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വായിൽ വെള്ളി കരണ്ടിയുമായി ജനിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. தம்பி நீங்க யார்கிட்ட பேசுறீங்கன்னு தெரியுமில்ல? പോടാ തിരുട്ടു പയലേ. കൈനിറയെ കാശും അഴിഞ്ഞാടാൻ ലൈസൻസ് ഉണ്ടെന്ന് നിന്നെയൊക്കെ വിട്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി, എന്നോട് വേണ്ട. നിന്നോടുകൂടാ പറഞ്ഞത്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. வக்கீலே, என்ன இதெல்லாம்? ஏய்யா, தாலி கட்டுறதுக்கு முன்னாலேயே அவன் இவ்வளவு திமிரா பேசினானே, தாலி கட்டுறதுக்கு அப்புறமா அவன் எப்படி பேசுவான்? തള്ളേ, മോനോട് പറഞ്ഞേക്ക്, എന്റെ കൊച്ചുമോളെ അനുസരിപ്പിക്കല്ല വേണ്ടത്, ഇവിടത്തെ ചിട്ടകളെ അനുസരിച്ച് കഴിയാ വേണ്ടതെന്ന്. മനസ്സിലായോ? ഏയ്യാ വക്കീലെ, എന്നെ ഒന്നും പേശ മാട്ടേങ്കേ. തൽക്കാലം ക്ഷമിക്കുക, എല്ലാം ശീലമായിക്കോളും. മുത്തശ്ശി കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് വക്കീലെന്ന് അറിയാമോ? എനിക്ക് ആകെ ഷെയിമായി പോയി. അവരൊന്നും ഇനി വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഏയ്യാ, ബന്ധുക്കളെ വിളിക്കാൻ പോകുമ്പം ഇവിടത്തെ ചിട്ടകളൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എന്നാച്ച്? അവ എന്നെ ചൊല്ലിവിട്ടാ ഡാൻസ് കൊണ്ട ചൊന്നാ അതും അറിയില്ലെന്ന് വെച്ചാ? നാട്ടും പുറത്ത് വളർന്ന ചെക്കനല്ലേ, അവിടെ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ. വല്ല പുലിക്കളിയെ പറ്റുമായിരുന്നു പിന്നെ നോക്കായിരുന്നു. എന്നെ 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 അല്ല, இந்த ബംഗ്ലാവിലെ രാജവല്ലിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാജവല്ലിയെ പോലെ സകലകല വല്ലഭനായിരിക്കണം. ആ, ഇത് ഗുസ്തിക്കാരൻ ഉസലാംപെട്ടി മസ്താൻ ഫയൽവാൻ. ഇത് ബോക്സർ സലീം ഖാൻ, ഉടുപ്പിക്കാരൻ. കരാട്ടെ ചാമ്പ്യൻ ചെന്നൈ ബ്രൂസ്ലി. സംഗീത വിദ്വാൻ തഞ്ചാവൂർ സുബ്ബയ്യ. ഇത് ഡാൻസ് ടീച്ചർ നടനശ്രീ നാട്യകലാക്ഷേത്രം സത്യവതി. ദേ കിടക്കണു. അശോകനടിയാ, മോനെ വേഗം എഴുന്നേക്ക്. ഇതെന്നും വിളിക്കുന്ന പോലല്ല. മോനെ അശോക, ആരൊക്കെ വന്ന് നിൽക്കണ നോക്ക്. അശോക, അശോക, അശോക. എന്താളിയാ? കാര്യം എന്താ പറ? വിടരുത്. എങ്ങോട്ട് കൊണ്ടുപോവാ? അറിയോ പറയുന്നത് കേൾക്ക്, നടക്കാൻ. എന്താ കാര്യം? ഇരിക്ക്. വണക്കം. ശ്രുതി ചേർത്ത് പാടുങ്കോ. Ah!
ஏய்யா என்ன திமிரு இருந்தா நீ என் வீட்லயே சம்பந்தம் பேச வருவ? ஆவேசப்படாதீங்க முத்தச்சி. நான் நிறுத்தினாலும் சொந்தங்களை நிறுத்திட முடியுமா? என்ன, நான் கொஞ்சம் தூரத்து சொந்தம், அதனால அந்நியன் ஆயிருவனா? தூரத்து சொந்தம்னு சொல்லி எங்க கிட்ட மடிப்பிச்ச கேட்டியே, அத மறந்துட்டியா? இல்ல உன்னையும் குடும்பத்தையும் காப்பாத்தின கவுண்டர் நாயரை மறந்துட்டியா? ஆமா, அவர் எப்போ செத்து சுடுகாட்டுக்கு போயிட்டாரு. இன்னும் அவரை பத்தியே பேசிட்டு இருக்கிற. ഓഹോ കൗണ്ടർ നായർ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ? വീണ്ടും പോയി പഠിച്ചു വിട്ടാൻ. வாயா வக்கீலு, அப்ப என்னடானா எனக்கு திருட்டு பட்டம் கட்டி இந்த வீட்டை விட்டு வெளியே அனுப்பி என் வாழ்க்கையை கெடுத்த. இப்ப என்னடானா கவுண்டர் நாயர் சாவும் பொழுது தந்திரமா ஏதேதோ சொல்லி எழுத வச்சு அந்த உயிரை காட்டி என் புள்ள வாழ்க்கையை கெடுக்க பாக்குறியா? பூபதி, அப்பா, நான் தாலி கட்ட போறது ராஜவல்லிய, சம்மதம் கேட்க வேண்டியது அவகிட்ட தானே. இந்த கிழவி கிட்ட என்ன பேச்சு? டேய், ஒரு அடி எடுத்து வச்ச நடக்கிறதே வேற. ஏண்டா என்ன தைரியம் இருந்தா என் எதிர்த்து நின்னு பேசுவேன்? வக்கீலே, இவரை கழுத்தை பிடிச்சு வெளியில தள்ள சொல்லு. கடவுளே, மங்களகரமா பேச வேண்டிய இந்த நேரத்துல அமங்கலமா பேசி காரியத்தை கெடுக்கிறீங்களே. താൻ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഓർമ്മയുണ്ടോ? ആദ്യം പുറത്തിറങ്ങ. யோ, அதெல்லாம் அந்த காலம். பூபதி கவுண்டர் இப்ப நினைச்சா டெல்லி வரைக்கும் பேசுவாரு. ஏய், எதுக்குடா பெரிய பேச்செல்லாம் பேசிக்கிட்டு? முத்தச்சி, நடந்ததெல்லாம் மறந்துட்டு நடக்க போறத பாருங்க. இந்தாங்க, தட்டை வாங்கிக்கங்க. எடுத்துட்டு போடா. நான் ரொம்ப கடவுள் பக்தி உள்ளவன். என் மகன் தர்மராஜுக்கும் கவுண்டர் நாயர் மக ராஜவல்லிக்கும் முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும். എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? വെറുതെ. അമ്മയ്ക്ക് അസുഖം എങ്ങനെ? കുറവുണ്ട്, കുറവാണെന്ന് നടിക്കുന്നു. അമ്മ മാത്രമായിട്ട് എന്തിന് അഭിനയിക്കാതിരിക്കണം? ഇവിടെ എല്ലാരും ഉള്ളിലുള്ളത് പുറത്തു പറയാതെ അഭിനയത്തിലാണല്ലോ. ശ്രീദേവി പോലും. അയ്യോ, ഞാൻ ഊരും പേരും ഇല്ലാത്ത ഒരു പാവം വേലക്കാരി പെണ്ണ. ആ നില ഞാൻ മറക്കാൻ പാടില്ല. നീ ഇന്നലെ പറഞ്ഞല്ലോ, ആരുമില്ലാത്തതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നതെന്ന്. ആ ഒരാൾ എനിക്ക് നീയാ. എന്റെ അമ്മയെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ മതി എനിക്ക്. ധനവും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ എതിർത്തൊന്നും പറയരുത്. ശ്രീദേവി, ஸ்ரீதேவி, இந்த பொண்ணு எங்க போனா? என் கண்ணாடி எங்க வச்சேனே, எங்க வச்சேன்னு தெரியலையே. ஸ்ரீதேவி, யாரங்க? ஸ்ரீதேவி, ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇതാ കണ്ണാടി. வர வர கண்ணாடி வைக்கலன்னா ஒண்ணுமே தெரிய மாட்டேங்குது. ஆரா அது நீ ஆயிருந்தோ? இங்க வா. അവിടെ ആരോ രണ്ടുപേര് നിന്നത് പോലെ തോന്നിയല്ലോ. അതെ, രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ഞാൻ, ഒന്നെന്റെ ഷാഡോ. നിഴൽ നിഴൽ നിഴൽ. ഓ, അത് ശരി. അല്ല മുത്തശ്ശി, കണ്ണാടി ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒട്ടും കണ്ണു കാണാൻ പാടില്ലേ? அப்படியும் இல்ல, ஒரு ചെറിയ മങ്ങല്, அவ்வளவுதான். മങ്ങലെന്ന് പറഞ്ഞാ ഇത്ര അടുത്ത് നിന്നാ കാണാൻ പറ്റുമോ? കണ്ണാടി ഇല്ലെന്നാ தெரியாது. ദൈവമേ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? അല്ല, ഇങ്ങനെ ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പമുണ്ടായിരുന്നു ഇവിടെ. കുഴപ്പമാ? അതല്ല, കണ്ണാടി വെച്ചപ്പോ
മുത്തശ്ശിക്ക് നല്ലൊരു എടുപ്പുണ്ട്. എടുപ്പാ? എടുപ്പ് അഴക് അഴക് ഏഴഴക്. கவுண்டர் நாயர் மாதிரியே மருமகனும் கெட்டிக்காரன். അപ്പൊ കണ്ണാടി അടിച്ചു മാറ്റിയാൽ തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാം. എനിക്ക് ആകെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ മുത്തശ്ശിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടത്. അയ്യോ, അത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല. പിന്നെ അവർക്ക് കണ്ണ് കാണാൻ വയ്യഞ്ഞിട്ട്. തമാശ പറഞ്ഞ് ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും പാടില്ല. രാജവല്ലി ഇതറിഞ്ഞ സഹിക്കില്ല. വയ്യ, എനിക്ക് ആ ശാപം വാങ്ങാൻ വയ്യ. ശാപമോ? ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നമ്മൾ രണ്ടുപേരും ഒന്നുചേരാൻ. ദേ ഇങ്ങോട്ട് നോക്കി. നീ അതൊന്നും ഓർത്തിട്ടില്ല. അയ്യോ ചേച്ചി, അങ്ങോട്ട് വഴിയില്ല. അയ്യോ. നീയായിരുന്നോ? നീ ഇവിടെ ആരോടെ സംസാരിച്ചോണ്ടെന്നേ? അത് ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത്? ആരാണ് അവിടെ നിൽക്കാൻ? എന്താ? അശോകൻ, അശോകൻ അല്ല, ചേട്ടൻ. ചേട്ടനെ കണ്ടോ? ആ അടുക്കള ഭാഗത്ത് നിൽക്കുന്ന കണ്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും അടുക്കളയില്ല. ഞാൻ നോക്കിട്ട് വരട്ടെ. ഒന്ന് തന്നെ. ഇത് എന്റെ തലയിലിരുന്ന പൂവാണല്ലോ. സാറിന് ഇതെങ്ങനെ കിട്ടി? താഴെ വീണു. ഇതിനൊക്കെ ഇവിടെ വലിയ വിലയാ. വക്കീൽ സാറേ, അല്ല ഈ വക്കീൽ എന്ന് പറയുന്നത് ഇരട്ടപ്പേരാണോ അതോ ജോലിയാണോ? അതെന്താ ജ്ഞാനശീലം ഗുരുക്കൾക്ക് ഇപ്പോഴങ്ങനെ ഒരു സംശയം? അല്ല, കോടതിയിലൊന്നും പോകുന്നു കാണുന്നില്ല. കേസൊന്നുമില്ലേ? ചില പുതിയ പുതിയ കേസുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വരും വരും. എനിക്കൊരു സംശയം. ഈ കാർ സ്വന്തമാണോ അതോ ഇവിടുത്തെ? ഇവിടുത്തെയാണ്. സ്വന്തമാണ്. എനിക്ക് വേറൊരു സംശയം കൂടി. വക്കീൽ സാറിന് ഉദ്ദേശം എന്ത് പ്രായം കാണും? എത്ര പ്രായം തോന്നും? അല്ല, ഈ തലയൊക്കെ നരച്ചിട്ടും കല്യാണം കഴിക്കാത്തോണ്ട് ചോദിച്ചതാ. ഓഹോ, അത്രേ ഉള്ളു. എന്താ കഴിക്കാത്തെ? അതെ, മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയില്ല. അപ്പൊ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാ കെട്ടും അല്ലേ? മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയാൽ കിട്ടും. വിശ്വസിച്ചിടാം മൃഗത്തിന്, പാടില്ല വിഭ്രമമേകും ഈ സ്ത്രീയാം മൃഗത്തിന്. ലാലിച്ച, ജീവിതം വെറും മായാടാ മായ. അതുകൊണ്ട് നീയും അടി. ഒരിക്കൽ അടുപ്പിച്ചത് കാരണം ചക്കാട്ടി തൃപ്തിയായി. ഇനി മദ്യമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ലടാ. എല്ലാം വെറും മായ. ഇന്ന് സ്വന്തം എന്ന് തോന്നുന്നു, നാളെ സ്വന്തം അല്ലാതെയാവും എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട്. സിനിമ നടി ഗീതേ? ഭഗവത്ഗീത. ഭഗവത്ഗീത. നമ്മുടെ ഈ ശരീരം ലാലിച്ച വെറും ശരീരം. ആത്മാവാണ് സ്വന്തം. ആത്മാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ചേട്ടാ, എന്ത് പറ്റി? ഇതെന്താ സാധനം? കട്ടപട്ട പണ്ടിപ്പട്ടേ. ഒരു കുന്നിനൊരു കുഴി, ഒരു രാത്രിക്ക് ഒരു പകൽ. മായ, എല്ലാവരും മായ. മനസ്സിനാണെങ്കിൽ പെണ്ണിനെ ഒത്തുകിട്ടിയ കെട്ടും. ഒരു ഭാര്യമാരെയും വിശ്വസിക്കരുത് ലാലിച്ച. എന്തോ ഞാനൊരു കൊലപാതകയാവും. ചേട്ടന്റെ കട്ടയും പടവും മടങ്ങി എന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ ഇരിക്കണം ശരിയല്ല.